ഹായ് എവരി വൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ചില്ലിയാണ്. ബ്രൗൺ ബ്രെഡ് കൊണ്ട് എങ്ങനെയാണ് ബ്രെഡ് ചില്ലി ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയാലോ. ബ്രെഡ് ചില്ലിക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ സ്ലൈസിൽ 15 സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബ്രൗൺ ബ്രെഡ് കൊണ്ട് ബ്രെഡ് ചില്ലി തയ്യാറാക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് കിട്ടുന്നത്. ബ്രെഡൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 2 മുഴുവൻ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 50 ഗ്രാം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 ചെറിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാവുന്നതാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. റോസ്റ്റ് ചെയ്തതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ബാലൻസ് ഉള്ള സ്ലൈസ് ചെയ്ത ബ്രെഡും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ബ്രെഡ് സ്ലൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ്. ബ്രൗൺ ബ്രെഡ് ഹെൽത്തിന് നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണിത്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സവാള, ഞാൻ ചെറിയ സൈസ് സവാള 5 സവാളയാണ് എടുത്തിട്ടുള്ളത്, ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം.
പിന്നെ കുറച്ച് കറിവേപ്പില അതൊന്ന് ചേർത്ത് കൊടുക്കും. എന്നിട്ട് 2 മിനിറ്റ് ഇതിൻ്റെ ഒപ്പം തന്നെ 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് മതിയാവും. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള ഒക്കെ നന്നായിട്ട് വഴണ്ട് ബ്രൗൺ കളർ ആവണം. അതുവരെ ഇളക്കി കൊടുക്കേണ്ടതാണ്. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനൊക്കെ കൊണ്ട് 1/2 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതിന് മുൻപ് വറ്റൽമുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം മുളക് പൊടി ഇടാനൊക്കെ ഉണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ച ചുവയൊക്കെ മാറി കിട്ടണം. ഇത് 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴറ്റി കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ പിരിഞ്ഞ് വരണം. ആ സമയം വരെ വഴറ്റേണ്ടതാണ്. കണ്ടില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ടോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡിനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കണം. ബാലൻസ് ഉള്ള ബ്രെഡിനെയും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും കൊടുക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് നമ്മുടെ ബ്രെഡ് ചില്ലി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനെ സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ല പെർഫെക്റ്റായിട്ട് ബ്രെഡ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.